ഞാൻ ഗർഭിണിയാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഡോക്ടറിനെ അമ്മയുടെ സ്ഥാനത്ത് കാണാൻ എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഡോക്ടർ അത് വെറുതെ പറഞ്ഞാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഡോക്ടറിനെ ആ സ്ഥാനത്ത് കണ്ടിട്ട് തന്നെയാ പറയുന്നത്. ഞാൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിന് ഉത്തരവാദി ആരാത് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് നീ കണ്ടുപിടിക്കണം. സമയമെടുത്ത് നല്ല പോലെ ആലോചിക്കും. പ്രിയനെയും കൈലാഷിനെയും അടക്കം നിനക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നീ സംശയിക്കണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നീ പോലും അറിയാതെയാ നിനക്കിത് സംഭവിച്ചത്. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണെന്ന് നീ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചു കഴിഞ്ഞു. കൈലാഷ് എന്ത് കണ്ടുപിടിച്ചു എന്നാ പറയുന്നത്? പാർവതിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനാണ് ഡോക്ടർ. എന്തെങ്ങനെ നോക്കുന്ന? കമ്പനിയിൽ പാർവതിക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്താനായിരുന്നു. എല്ലാ ദിവസവും ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് കഴിച്ചുകൊണ്ടാ പാർവതിക്ക് ഈ അവസ്ഥ ഉണ്ടായെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി മുതൽ പാർവതിയുടെ കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം മാഡം. ഇനി മുതൽ നീ സൂക്ഷിക്കണം. ഭാരിച്ച ജോലികളൊന്നും നീ ചെയ്യരുത്. പടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സൂക്ഷിക്കണം. ഇനിയും തലയിറക്കം ഉണ്ടാവാം. പരമാവധി നല്ല ഭക്ഷണം തന്നെ കഴിക്കണം. മനസ്സിലായോ? അതെല്ലാം ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. പാർവതി, ഇനി മുതൽ നീ സൈക്കിൾ ചവിട്ടുന്നത് നിർത്തണം. ഞാൻ കമ്പനിയിൽ നിന്നും ഒരു കാർ അയക്കാം. പാർവതി ഇനി അതിൽ വന്നാൽ മതി. ആ, മെഡിസിൻസ് എല്ലാം കിട്ടിയോ? ആ, കിട്ടി ഡോക്ടർ. റീത്ത സിസ്റ്ററിന്റെ അടുത്ത് പാർവതിയുടെ നമ്പർ കൊടുത്തോളൂ. ഓക്കെ ഡോക്ടർ. ശരി മോളെ. പോവാം. പാർവതി, പാർവതി, ഈ അവസ്ഥയിൽ താൻ ഹോസ്റ്റലിലേക്ക് പോയാ താൻ ആരാ നോക്കുക? ഇപ്പോഴേ അവിടുത്തെ ഫുഡ് കഴിച്ച് തനിക്ക് വയ്യാണ്ടായി. ഇനി അങ്ങോട്ട് എന്തിനാ പോകുന്ന? നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വാ. ഞാൻ ഡാഡിയോട് സംസാരിച്ചോളാം. വീട്ടിൽ സെർവൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർ നിന്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കിക്കോളൂ. നല്ല ഹെൽത്തിയായ ഫുഡും ഉണ്ടാക്കി തരും. അതൊന്നും വേണ്ട സർ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സൂക്ഷിച്ചോളാം സാർ. എന്നെ ഒന്ന് ഹോസ്റ്റൽ വരെ കൊണ്ടാക്കി തന്നാൽ മതി. ശരി.